തൃശൂർ ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂടെത്തിച്ചു. ഇന്ന് ഇരയെ കൂട്ടിലിട്ട് കെണിയൊരുക്കും. പുലിയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനായി വിവിധയിടങ്ങളിൽ വനംവകുപ്പ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സാഹചര്യങ്ങൾ ആൾക്കാർ പേടിച്ച് ജീവിക്കണം. പിന്നെ പള്ളികളിലെ ആരാധനകൾ വെളുപ്പിന് 5 മണിക്കുള്ള ആരാധനകൾ നിർത്തി 6:30-7 മണിക്ക് അച്ഛൻ എല്ലാവരോടും പള്ളിയിൽ വന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ വയസ്സായ കാരണന്മാർ വടിയും കുത്തി പിടിച്ചു വരും. അവരോടൊന്നും വരണ്ടെന്ന് പറയാണ്. അനേക പട്ടികളുണ്ടായിരുന്നു. പട്ടികളെ ഒന്നിനും ഇപ്പോൾ കാണില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും വൈകുന്നേരം ഒരു 6:30-7 മണി ആകുമ്പോഴേക്കും വീടിനകത്ത് കയറി വാതിലൊക്കെ അടച്ച് മുൻബസ് ലൈറ്റിട്ട് പേടിച്ചാണ് എല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. പലരും കണ്ടിട്ട് ഒന്നും പറയാണ്ട് അന്തം വിട്ട് ഓടാണ് ചെയ്ത വീടുകളിലേക്ക്. ഒരക്ഷം ഇടാണ്ട് തൂമ്പയൊക്കെ കാട്ടിക്കളഞ്ഞ് വലിച്ചെറിഞ്ഞ് ഓടിയിട്ടുണ്ട് പുലിനെ കണ്ട വഴിക്കൊക്കെ. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, നാട്ടുകാരുടെ ആശങ്ക, അവരുടെ ഭീതി, അതാണ് ആ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ കണ്ടത്. എന്താണ് വനംവകുപ്പ് ഏറ്റവും ഒടുവിലായി സ്വീകരിക്കുന്ന നടപടികൾ? സൂരജ്, പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നു. കൂടടക്കം ഈ മേഖലയിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചിറങ്ങരയിലെ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ചയോട് കൂടിയാണ് ഈ പുലിയെ ഇവിടെ കാണുന്ന, ഇവിടുത്തെ സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് നായയെ പുലി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. പിന്നീടാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചത് പുലി തുടർച്ചയായി മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്ന ആശങ്കയെല്ലാം ഇവിടെ രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പുലിയെ പിടികൂടുന്ന നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നത്. പക്ഷേ കൂട് സ്ഥാപിച്ചെങ്കിൽ പോലും ഇതിനകത്ത് ഇരയെ വെച്ച് പുലിയെ പിടികൂടുന്നതിനുള്ള ഒരു അന്തിമ അനുമതി ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് വനംവകുപ്പ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കൂടടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഇരയെ ഇതിനകത്ത് ആ കൂടിന്റെ അറ്റത്ത് ഇരയെ വച്ചതിന് ശേഷം പുലിയെ പിടികൂടുക എന്നുള്ളതാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഇതിനകത്ത് അന്തിമ അനുമതി വരേണ്ടത് വനംവകുപ്പിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നാണ്. ഈ പുലിയെ പിടികൂടുന്നത് സംബന്ധിച്ച് അതിനുള്ള ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അതൊരു ഉച്ചയ്ക്ക് ശേഷം ഈ ഉത്തരവ് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ വൈകുന്നേരത്തോടു കൂടി കെണിയൊരുക്കുക, അതിനുശേഷം പുലിയെ പിടികൂടാനുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. കാരണം 6 മണിയായാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. കുട്ടികളെ പകൽ സമയത്ത് പോലും കളിക്കുന്നതിന് വേണ്ടി പുറത്തേക്കോ ഒന്നും തന്നെ ഇറക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും ഇവിടെ എത്തുന്ന പുലി ഇതിനകത്തേക്ക് ഈ കാടിനകത്തേക്ക് വലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇതൊരു പാടവും അതോടൊപ്പം തന്നെ ചെറിയ കാടും എല്ലാമാണ്. അതുകൊണ്ട് തന്നെ പുലി ഇതിനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പലപ്പോഴും അറിയാൻ സാധിക്കാറില്ല. അവിടെയെല്ലാം, അതായത് ഈ മേഖലയിലെല്ലാം തന്നെ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പുലിയുടെ ദൃശ്യങ്ങളൊന്നും തന്നെ ഈ അടുത്ത സമയത്ത് വനംവകുപ്പിന് കിട്ടിയിട്ടില്ല. പക്ഷേ പുലിയുടെ കാൽപ്പാടുകൾ കൃത്യമായി ഈ മേഖലയിലുണ്ട്. അതാണ് വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഈ കൂട് സ്ഥാപിക്കുക, പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുക എന്ന് തീരുമാനിക്കുന്നതിലേക്ക് നയിച്ചത്. എന്തായാലും ഈ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ വൈകുന്നേരത്തോടു കൂടി ആരംഭിക്കും. ഈ ഇര വെക്കുന്ന അടക്കമുള്ള നടപടികൾ വൈകുന്നേരത്തോടു കൂടി ആരംഭിക്കും. ശരി, സൂരജ് സജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.